ഹായ് അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്നാണ്. പാരമ്പര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പൈതൃകമായി കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പൈതൃകമായി കിട്ടുന്നതിനെയാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും സംസ്കാരം? സംസ്കാരം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പൈതൃകമായി കിട്ടുന്ന ഒന്നിനെ നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നു. അതിലേക്ക് നമ്മുടെ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനെ സംസ്കാരം എന്ന് പറയുന്നു. അപ്പം പാരമ്പര്യം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നുണ്ട്? സംസ്കാരം എന്ന് പറയുന്നുണ്ട്. ഇതാണ് പാരമ്പര്യവും സംസ്കാരവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടും. സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് ചലനാത്മകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്കാരം എന്താണ് ഇങ്ങനെ മാറി 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 വരുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ.